അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തി ഒരു പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഏത്തയ്ക്കാപ്പം എന്നാണ് പറയുന്നത്. ഇനി അതിന് വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഏത്തയ്ക്കാപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടി ടിപ്സ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ ആ ബ്യൂട്ടി ടിപ്സ് കൂടെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ആ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത ഏത്തയ്ക്ക നോക്കി എടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ നല്ല മധുരവും ടേസ്റ്റും കാണത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. ഞാൻ ഈ ഏത്തയ്ക്ക എല്ലാം നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തയ്ക്കയുടെ നല്ല മധുരമുണ്ട് ഈ ഏത്തയ്ക്കയ്ക്ക്. അപ്പം ഞാനിപ്പം ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ടായിട്ട്, കാരണം ഇത്തിരി വലിപ്പമുള്ള ഏത്തയ്ക്കാണല്ലോ, രണ്ടായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇതൊരു 3 പീസാക്കും, നൈസാക്കിയിട്ട് ഈ ഒരു കനത്തിൽ എടുക്കും കേട്ടോ. അപ്പം വേണ്ടേ, ഞാൻ ഏത്തയ്ക്ക എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതുപോലൊരു ചട്ടിയാണ് എടുത്ത് വെക്കുന്നത് മാവ് കുഴയ്ക്കാനായിട്ട്. കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ. ഇതിലേക്ക് നമുക്കിപ്പോൾ ഇന്ന അളവൊന്നുമില്ല ഏത്തയ്ക്കാപ്പം പൊരിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇടുന്ന ഒരളവെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൈക്കണക്ക് വെച്ച് അങ്ങിടുക കേട്ടോ. നമുക്ക് തിക്കായിട്ടാണ് വരേണ്ടത്, അല്ലാതെ ലൂസായിട്ട് നമ്മൾ ഒരിക്കലും കലക്കി എടുക്കരുത്. തിക്കായിട്ട് തന്നെ നമ്മൾ കലക്കി എടുക്കണം. നമ്മുടെ ഏത്തയ്ക്കായ്ക്ക് നല്ല മധുരമുണ്ട്, എങ്കിലും നമുക്ക് എല്ലാം മാവിലൊക്കെ മിക്സ് ചെയ്യാനുള്ള പഞ്ചസാര ഇടണമല്ലോ. അപ്പം ഞാനിത് ഇതുപോലെ 2 തവി പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കലക്കി കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഒരു സ്വല്പം ഉപ്പിടുവാണേ, കാരണം ഇത്ര ഞാൻ എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ഒരു പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്തിനും ഉപ്പിടുന്നത്, അറിയാമല്ലോ എല്ലാവർക്കും. അല്ലെ, ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കും. ഇത് ജീരകപ്പൊടിയാണ്, അതായത് നല്ല ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകം ആണിത്. നല്ല ജീരകം ഞാൻ പൊടിച്ച് അത് ക്രഷ് ചെയ്തെടുത്തു. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിപ്പോൾ ഇതിനകത്തോട്ട് ഇടുക. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏത്തയ്ക്കാപ്പത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, അതായത് ഒരു ടേബിൾ സ്പൂൺ. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ ഞാൻ ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം തേങ്ങാപ്പാലാണ്. ഇത് ഒരു അരമുറി തേങ്ങ തിരുമിയെടുത്ത പാലാണ്, അതായത് നല്ല കട്ടിപ്പാൽ, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ ഈ പാലിനകത്താണ് ഞാൻ നമ്മുടെ ഈ മൈദയുടെ ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഈ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് എള്ളാണ്, കറുത്ത എള്ള് കേട്ടോ. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്ന കേട്ടോ, ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണേ. അപ്പം ഞാൻ ഈ എള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു പരുവം മതി, ഈ ഒരു തിക്നെസ് മതി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല, തേങ്ങാപ്പാലിനകത്താണ് ഈ ഒരു മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് റവയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കയ്യിലോട്ട് കുറച്ച് റവ, ഇത്രയേ ഉള്ളൂ, ഇത്ര റവ എടുത്ത് ഇങ്ങനെ ഇടുവാണ്. റവ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്രിസ്പി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ റവ ഇട്ടത് കേട്ടോ. ജീരകത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, സൂപ്പർ മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെ. അപ്പം ഞാനിതിലേക്ക് ഇത്തിരി സോഡാപ്പൊടിയും ഇട്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് എൻ്റെ ക്യാമറ ഓഫായി പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തു. ഇതുപോലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളം കൂടരുത്, ഇത്രയും മതി.
നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ മാവ് നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ മാവ് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഏത്തയ്ക്ക അപ്പം പൊരിച്ചെടുക്കാം. അപ്പം നിങ്ങൾ പോടിക്കളയരുത്. ഒരു ബ്യൂട്ടി ടിപ്സ് ഉണ്ട്, അടിപൊളി ബ്യൂട്ടി ടിപ്സാണ്, അത് കേട്ടിട്ടേ പോവുള്ളൂ. ഇനി ഏത്തയ്ക്കപ്പോൾ മാവൊക്കെ കലക്കി വെച്ചു, ഇനി എന്നെ എണ്ണയ്ക്കകത്തിട്ട് അങ്ങ് പൊരിക്കാം എന്നൊക്കെയല്ലേ നിങ്ങളുടെ വിചാരം. പെട്ടെന്ന് അങ്ങ് വിട്ടിട്ട് പോകാമെന്നല്ലേ. പോകരുത്. പോയാൽ നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് കേൾക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഈ മാവ് മാറ്റി വെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെക്കാം. അപ്പം ഞാനിന്ന് ചട്ടിയിൽ തന്നെയാണ് ഏത്തയ്ക്കാപ്പം പൊരിക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയ്ക്കകത്തും ഉണ്ടാക്കാം, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിനകത്തും ഉണ്ടാക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന അളവൊന്നൊന്നുമില്ല. ഇത് മുങ്ങി കിടക്കാനുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കീറി വെച്ചേക്കുന്ന ഏത്തയ്ക്കാലും നമുക്ക് ഈ മാവിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പം എന്താണ്, ഞാൻ മാവിനകത്ത് ഏത്തയ്ക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചൂടായെന്ന് പെട്ടെന്നറിയാം. അപ്പം എന്താണ്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചട്ടിയിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂട് നിൽക്കും. അതുകൊണ്ടാണ് ഈ ചട്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ചൂട് നിൽക്കുകയും ചെയ്യും, നമുക്ക് അധികം ഗ്യാസും ചിലവാകത്തില്ല. അപ്പം ഞാനിനി ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണേ. ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒരു 2-3 എണ്ണവേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതുപോലുള്ള ചെറിയ ചട്ടി ഉപയോഗിച്ച് എണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ലപോലെ കിട്ടുകയും ചെയ്യും. നല്ല ചൂട് കുറച്ചും കൂടെ ഒരു ക്രിസ്പി ആകുമ്പോൾ നമുക്ക് എടുക്കാം. നിങ്ങൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനിടാം കേട്ടോ. ഞാനത് കറക്റ്റ് മധുരമായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു. കറക്റ്റ് മധുരമായിരുന്നു. ഏത്തയ്ക്കയ്ക്ക് നല്ല മധുരമുണ്ട്. ചിലപ്പം ചില ഏത്തയ്ക്കയ്ക്ക് മധുരം കുറവായിരിക്കും. അപ്പം എന്നാൽ പഞ്ചസാരയുടെ അളവ് കൂടും. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് മധുരം ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു പരുവം മതി, ഒരുപാട് കറുത്ത് പോകണ്ട. നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്ത് മാറ്റും കേട്ടോ. മാവിൽ നല്ല മുങ്ങിയിരിക്കണവേ ഏത്തയ്ക്കായേ, എന്നാലേ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ. ഞങ്ങളുടെ നാട്ടിൽ ഏത്തയ്ക്കാപ്പം എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എറണാകുളംകാർ പഴംപൊരി എന്ന് പറയും. ഞാൻ പറയുന്ന ബ്യൂട്ടി ടിപ്സ് നല്ല സൂപ്പറാട്ടോ. കാരണം നല്ലൊരു ടിപ്സാണ്, അതെല്ലാവരും കേട്ടിട്ടേ പോകാവുള്ളൂ. ബ്യൂട്ടി ടിപ്സ് കേട്ടതിന് ശേഷം നമ്മുടെ പഴംപൊരിയും കഴിച്ചിട്ട് എല്ലാവരും പോവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഏത്തയ്ക്ക ബോളി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, പച്ച കേൾക്കുന്നുണ്ടോ? കേട്ടോ, നല്ല ക്രിസ്പിയാണ്. ഉണ്ട്, ഞാൻ ഒന്ന് കാണിക്കാം. കണ്ടോ, സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡി ആയി കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ ഏത്തയ്ക്കയുടെ തൊലി വെച്ചുള്ള ഒരു ബ്യൂട്ടി ടിപ്സാണ് പറയുന്നത്. നമ്മുടെ ഏത്തയ്ക്കയുടെ തൊലിക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് ഈ ഒരു ഭാഗത്തോട്ട് കുറച്ച് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുക. അരിപ്പൊടിയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് ഫേസ് മൊത്തം നന്നായിട്ട് റബ്ബ് ചെയ്താൽ മൂക്കിൻ്റെ അവിടെയും അതുപോലെ താടിയുടെ അവിടെയും നെറ്റിയുടെ അവിടെയും എല്ലാം നന്നായിട്ട് ഫേസ് മൊത്തം കഴുത്തിലും ഉപയോഗിക്കാം. നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം റബ്ബ് ചെയ്യണം. നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് മാറും. അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവും, നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറയും. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പ്ലെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് നോക്കി നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റും ആയിരിക്കും, ഷൈനിങ്ങും ആയിരിക്കാം. ഓൾ ടൈപ്പ് സ്കിന്നാണ്. ലേഡീസിനും ജെൻസിനും ഒരുപോലെ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടി ടിപ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പം നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം. എൻ്റെ ഇന്നത്തെ ഏത്തയ്ക്ക ബോളി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.